വഖഫ് കേസ് സുപ്രീം കോടതിയിൽ തുടരുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാളായ ഹരീഷ് സാൽവെ കേസിലേക്ക് അപ്പയർ ചെയ്യാൻ എത്തുന്നു എന്ന് കേൾക്കുന്നല്ലോ, ശരിയാണോ? അങ്ങനെ ഈ എക്സിൽ ഒരു കുറിപ്പ് കാണുന്നുണ്ട്, ഹരീഷ് സാൽവെ വഖഫ് കേസിൽ രംഗപ്രവേശം ചെയ്യുന്നു എന്ന്. വഖഫ് കേസിനെ പറ്റി നല്ല ധാരണ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹമൊക്കെ രംഗത്തിറങ്ങിയാൽ പിന്നെ കപിൽ സിബലിനൊന്നും കാല് നിലത്തുറക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഈ ജഗദംബിക പാലിൻ്റെ നേതൃത്വത്തിൽ പാർലമെൻ്ററി സംയുക്ത സമിതി ഉണ്ടായിരുന്നല്ലോ വഖഫ്, മറ്റേ ശുപാർശകൾ സമർപ്പിക്കാനൊക്കെ. ആ സമിതിയുടെ മുമ്പിൽ ഹരീഷ് സാൽവെ ഹാജരായിരുന്നു ബോറ മുസ്ലിങ്ങൾക്ക് വേണ്ടി. അവരുടെ കാര്യങ്ങൾ വാദിക്കാനും പറയാനും വേണ്ടി സത്യവാങ്മൂലം സമർപ്പിക്കാനുമൊക്കെ ഹരീഷ് സാൽവെ ഹാജരായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് ഈ മറ്റേ ബോറ മുസ്ലിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ 4-5 ദിവസം മുമ്പ് കണ്ടിരുന്നു. അവർ പിന്നെ എന്താ പറയുക, അദ്ദേഹത്തിനോട് സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. കാരണം അവർ ഈ ജഗദംബിക പാൽ സമിതിക്ക് മുമ്പാകെ വാദിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പുതിയ വഖഫ് നിയമത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വഖഫ് നിയമത്തിനെ പറ്റി നല്ല ബോധ്യമുള്ള ഹരീഷ് സാൽവെ ഈ ബോറ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ വഖഫ് കേസിൽ കക്ഷി ചേർന്ന് ഈ വഖഫ് നിയമത്തിനെ സംബന്ധിച്ച് മൊത്തത്തിൽ തന്നെ മറ്റേ സുപ്രീം കോടതിക്ക് സംശയമുള്ള 2-3 കാര്യങ്ങളുണ്ടല്ലോ, ആ ഭാഗം കൂടി ബോധ്യപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. എങ്കിൽ ആ കേസിൻ്റെ ഗതി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതോ ഒരു സിനിമയിൽ, മോഹൻലാൽ നായകനായ സിനിമയിൽ ഏതോ ഒരു മാരാർ വക്കീലായിട്ട് നരസിംഹം സിനിമയിലെ മറ്റേ മമ്മൂട്ടി വരുന്നില്ലേ, ഒരു ഗസ്റ്റ് അപ്പിയറൻസ്. ഇത് പക്ഷെ ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കില്ല, കാര്യമായ അപ്പിയറൻസ് തന്നെയായിരിക്കും. ദാവൂദി ബോറകൾ എന്നാണ് അത് ഈ മുസ്ലിങ്ങൾക്കിടയിലെ ഒരു ന്യൂനപക്ഷം ആണ്. ധനികരാണ് അവർ, നല്ല പൈസയൊക്കെ ഉള്ള ആളുകളാണ് ഈ ദാവൂദി ബോറമാർ. അപ്പോൾ അവർ ഏപ്രിൽ 17-ാം തീയതിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വന്ന് പ്രധാനമന്ത്രിയെ കാണുകയൊക്കെ ചെയ്തിരുന്നത്. അവർ വാദിച്ചു കൊണ്ടിരുന്നത് വഖഫ് നിയമത്തിൽ അവരെ സംബന്ധിക്കുന്ന യാതൊന്നും വഖഫ് അവർക്ക് ബാധകമാകാനേ പാടില്ല, വഖഫ് നിയമം. കാരണം സാധാരണ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട യാതൊന്നും അവർക്ക് വേണ്ട. ആ വഖഫ് നിയമത്തിൽ ഇവരുടെ ഒരു സ്വത്തും വന്നു പോകരുത്, ഈ രീതികളൊന്നും അവർക്ക് പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ആചാര്യൻ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവർക്കൊരു അധികാര കേന്ദ്രം, ആചാര്യൻ ഈ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാൻ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ ദാവൂദി ബോറകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടെങ്കിലും ഈ ആചാര്യൻ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണ്. അതാണ് അവർ പറയുന്നത്. ആ ആചാര്യനെ പറ്റി പറയുന്ന അൽ ദായ് ഐ മുത്ലഖ് എന്നാണ്. ഇതൊക്കെ ജഗദംബിക പാൽ സമിതിക്ക് മുമ്പാകെ വന്ന് ഹരീഷ് സാൽവെ വാദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു വിധത്തിലും ഈ വഖഫ് നിയമം ദാവൂദി ബോറമാർക്ക് ബാധകമല്ല. അത് ആ നിയമത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇവരെത്തുമ്പോൾ കിരൺ റിജിജുവും ഉണ്ടായിരുന്നു അവിടെ. 1923 മുതൽ അവർ ഈ വഖഫ് ഇളവിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ സമൂഹമാണ് അവർ. പ്രധാനമായും മുംബൈയിലൊക്കെയാണ് അവരുള്ളത്. അപ്പോൾ ഈ മൈനോറിറ്റി വിത്തിൻ എ മൈനോറിറ്റി എന്നുള്ളതാണ് അവരുടെ അവസ്ഥ, ന്യൂനപക്ഷത്തിൻ്റെ അകത്തെ ന്യൂനപക്ഷം. അപ്പോൾ പുതിയ നിയമത്തിൽ അവർക്ക് ഈ വഖഫിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ബോർഡിൽ ചില അംഗങ്ങളൊക്കെ ആവുമ്പോൾ വേണമെങ്കിൽ ഇവരിൽ നിന്നൊരാളെ എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു പ്രൊവിഷൻ അതിൻ്റെ അകത്തുണ്ടല്ലോ, അമുസ്ലിങ്ങളെ എടുക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളെ എടുക്കാം. മുംബൈയിലെ ബിണ്ടി ബസാർ, വലിയ മാർക്കറ്റ് പ്രദേശമാണത് ബിണ്ടി ബസാർ. അവിടെ 2015 വലിയ വിലയ്ക്ക് ഇവർ ഒരു മന്ദിരം പണിയാനായിട്ട് ഭൂമി വാങ്ങിയിരുന്നു, ഈ ദാവൂദി ബോറകൾ. അത് 2015 വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നാസിക്കിൽ നിന്നൊരുത്തൻ 2019 ആ ഭൂമി വഖഫാണെന്നും പറഞ്ഞ് അവകാശപ്പെട്ട് രംഗത്ത് വന്നു. ഞെട്ടിപ്പോയി അവർ.
ഇവർ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ന്യൂനപക്ഷമാണ് ഇവർ വലിയൊരു മന്ദിരം കെട്ടിപ്പൊക്കാനായിട്ട് ഇവരുടെ കേന്ദ്രം കെട്ടിപ്പൊക്കാൻ വാങ്ങിച്ച ഭൂമി വലിയ വില കൊടുത്താണ്, മുംബൈയിലല്ലേ. ആ സ്ഥലം വഖഫാണെന്നും പറഞ്ഞിട്ട് വേറൊരു മുസ്ലിം, സുന്നി മുസ്ലിം രംഗപ്രവേശം ചെയ്തു. അപ്പോൾ വലിയ വേദന അതിലുള്ളവരാണ്. ആ കേസൊക്കെ ഇനിയിപ്പോൾ ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വഖഫ് നിയമം വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അവർക്കൊരു കേസുണ്ട്. അപ്പോൾ അവരുടെ ഭാഗം സാൽവെ വന്നിട്ട് സുപ്രീം കോടതിയിൽ പറയണ്ടേ? സാൽവെയാണ് അവരുടെ വക്കീല്. അപ്പോൾ സാൽവെ മറ്റു കാര്യങ്ങളും കൂടി പറയുമല്ലോ. ഈ നിയമം ഇങ്ങനെ തന്നെ വേണ്ടതാണ്, നിലനിൽക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ സുപ്രീം കോടതിക്ക് കുറച്ചുകൂടി കാര്യമാത്ര പ്രസക്തമായി അത് ബോധ്യപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊന്നും ഇനി നടക്കില്ലെന്ന് ഈ ബോറ മുസ്ലിങ്ങൾ കഴിഞ്ഞ ദിവസം മോദിയെ കണ്ടപ്പോൾ മോദി പറഞ്ഞു. ഇനി ഈ വഖഫ് എന്നൊന്നും പറഞ്ഞ ആരും നിങ്ങളുടെ മുതുകത്ത് കയറാൻ വരില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ ഷിയ മുസ്ലിങ്ങൾക്കിടയിലെ ഒരു ന്യൂനപക്ഷമാണ് ഇവർ, സുന്നികളുമല്ല, ഷിയാകൾക്കിടയിലെ ഒരു ന്യൂനപക്ഷമാണ്. മുൻപ് ഈ പറഞ്ഞ പോലെ സാൽവെ ഇവർക്ക് വേണ്ടി സംയുക്ത സമിതിക്ക് മുമ്പേ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാൻ പ്രത്യേകിച്ച് ഇനി പഠിപ്പിക്കണ്ട. അപ്പോൾ സാൽവെ ജഗദംബിക പാലിൻ്റെ മുമ്പിൽ പറഞ്ഞത് വെച്ചിട്ട് ഒരുപാട് ഭേദഗതികൾ ഈ വഖഫ് നിയമത്തിൽ വന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നവംബർ 6-ാം തീയതിയായിരുന്നു കഴിഞ്ഞ കൊല്ലം ഈ ഹരീഷ് സാൽവെ ജഗദംബിക പാൽ സമിതിക്ക് മുമ്പാകെ ഹാജരായത്. വഖഫ് നിയമത്തിൽ നിന്നും മൊത്തത്തിൽ ഇവരെ ഒഴിവാക്കണം എന്നന്ന് സാൽവെ വാദിച്ചിരുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യേക രീതികൾ അനുഷ്ഠിക്കുന്നവരാണ് ഇവർ. സാൽവെ അത് രേഖാമൂലം കൊടുക്കുകയും ചെയ്തിരുന്നു, വിശദീകരിച്ചിരുന്നു രേഖാമൂലം. ദാവൂദി ബോറകൾ ചെറിയ സമൂഹമായതുകൊണ്ട് തന്നെ അവർ പരസ്പരം വലിയ ഐക്യദാർഢ്യമുള്ളവരാണ്, ദൃഢബന്ധമുള്ളവരാണ്. അവർക്ക് ഈ സുന്നി മുസ്ലിങ്ങളുടെ മത നിബന്ധനകളിലൊന്നും ഒരു വിശ്വാസവുമില്ല, അതുമായി ഒന്നിച്ചു ചേർന്ന് പോകുന്നില്ല. സ്വന്തം വിശ്വാസപ്രകാരം അവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തോളും, വഖഫൊന്നും വേണ്ട അതിന്. വഖഫ് ബോർഡുകൾ ഇസ്ലാമിക ധർമ്മസ്വത്തുക്കളാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. ബോറ സമൂഹങ്ങൾ പല സുപ്രീം കോടതി വിധികൾ മറ്റേ ജഗദംബിക പാൽ സമിതിക്ക് മുമ്പാകെ വെച്ചിരുന്നു. മുമ്പും അവർ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഇതൊരു അപൂർവ സമൂഹമാണ്, ഒരു യുണീക്ക് സൊസൈറ്റിയാണ് ദാവൂദി ബോറകൾ എന്ന് സുപ്രീം കോടതി വിധികൾ പലതും അംഗീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അൽ ദൈ ഐ മുത്തലഖ് ആണ് ആചാര്യൻ, ജീവിക്കുന്ന ആചാര്യനാണ്, അദ്ദേഹത്തിനാണ് പരമാധികാരം. അതിനാൽ വഖഫ് ബോർഡിന് അധികാരം ഇവരുടെ മുകളിൽ ഇല്ല. ഇവർക്കൊരു ആചാര്യനുണ്ട്, അപ്പോൾ സംവിധാനമുണ്ട്. അപ്പോൾ വേറൊരു ബോർഡും ഒന്നും ഇവർക്ക് ബാധകമല്ല. അതാ അവർ പറയുന്നത്. ഇത് തന്നെയാണ് സാൽവെയും പറഞ്ഞത്. ദാവൂദി ബോറകളുടെ സ്വത്തിലും കാര്യങ്ങളിലും സുന്നികൾക്കോ വഖഫ് ബോർഡിനോ ഒരു കാര്യവും ഇല്ല. അതാണ്. നല്ല ധനികരാണ്. മുംബൈയിൽ കഴിഞ്ഞ കൊല്ലം മോദി ഇവരുടെ അറബിക് അക്കാദമി ഉദ്ഘാടനം ചെയ്തിരുന്നു. അന്ന് ആ പ്രസംഗത്തിൽ മോദി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഒരു കുടുംബാംഗമാണ് എന്ന് മോദി പറഞ്ഞിരുന്നു. അപ്പോൾ വലിയൊരു മാറ്റം വഖഫ് ഈ സുപ്രീം കോടതിയിലെ വഖഫ് കേസിൽ സുപ്രീം കോടതി 3 കാര്യങ്ങളിൽ പ്രശ്നം പറഞ്ഞിരുന്നല്ലോ. ഒന്ന് വഖഫ് ബൈ യൂസർ എന്നുള്ള കാര്യം, അത് മാറ്റരുത്, ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നുള്ളത്. പിന്നെ മറ്റേ അമുസ്ലിങ്ങളെ ബോർഡിലും കൗൺസിലിലും വെക്കുന്നത്, പിന്നെ കലക്ടറുടെ സർവേ, ഈ 3 കാര്യങ്ങളാണല്ലോ. അപ്പോൾ വഖഫ് ബൈ യൂസർ, അതുപോലെ മറ്റേ അമുസ്ലിങ്ങൾ എന്തുകൊണ്ട് വരുന്നു, അതിനൊക്കെ ന്യായമുണ്ടല്ലോ. ഉണ്ട്. അതായത് മതപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല. ഇത് ഈ പറയുന്ന ഇതൊരു ഡിസ്പ്യൂട്ട് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്, തർക്ക വിഷയത്തിലാണ് ഈ മറ്റൊരാൾ എത്തുന്നത്, സംസാരിക്കുന്നത്. മറ്റു മതങ്ങളും കൂടി ഈ സ്വത്തുക്കളും കൂടി തർക്കത്തിൽ വരുന്നു. അതെ, അതുകൊണ്ടാണ് മറ്റു മതകാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ. അതെ, മറ്റേ ദേവസ്വം ബോർഡിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ദേവസ്വം ബോർഡ് മറ്റു മതങ്ങളുടെ സ്വത്ത് ഏറ്റെടുത്തുകൊണ്ട് പോകുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഡിസ്പ്യൂട്ടായില്ല. ഇതിൽ ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും ജൈനന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ മുൻപത്ത് അങ്ങനെയല്ലേ, സ്വത്ത് വഖഫ് എന്ന് പറഞ്ഞെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ കാര്യം
മുസ്ലിങ്ങൾ പറഞ്ഞാൽ പോരാ, അവരുടെ കാര്യം പറയാൻ ആള് ബോർഡിലും കൗൺസിലും വേണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടണമല്ലോ. എന്തായാലും ഈ കേസിൽ ഇത് വളരെ നിർണായകമാവുമല്ലോ സർ? അതെ, ഈ കേസിനെ സ്വാധീനിക്കാനും ഇതിന്റെ ഗതി തന്നെ നിർണ്ണയിക്കാനും ഇതിന്റെ വിധിയെ സ്വാധീനിക്കാനും വരെയുള്ള ഒരു ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിലൊക്കെ പോയി വാദിക്കുന്ന, ലോകത്തെവിടെയും പോയി വാദിക്കാൻ കഴിയുന്ന ഒരാളാണ് ഹരീഷ് സാൽവെ. ദേശാഭിമാനിയുമാണ്. ഭാരതം ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന ആളാണെന്ന് അദ്ദേഹം ദേശീയ ചാനലുകളിൽ വന്ന് സംസാരിക്കുന്നത് കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സാൽവെ വരുന്നു എന്നാണ് കേൾക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.